നമസ്കാരം. വലിയ വിപ്ലവ പോരാട്ടങ്ങളുടെ ചുവന്ന മണ്ണിൽ കണ്ണൂരിലാണ് ഇന്ന് പടക്കളം എത്തി നിൽക്കുന്നത്. പടക്കളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൈതൃകവും സംസ്കാരവും ഇഴപാകിക്കൊണ്ടുള്ള വികസനം, അതാണ് കണ്ണൂർ ജില്ലയ്ക്ക് ഒന്നാകെ ആവശ്യമുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ല, ആ കോട്ട തകർക്കാനുള്ള വലിയ ശ്രമത്തിലാണ് UDF. എന്നാൽ കൈവിട്ട മറ്റു മണ്ഡലങ്ങൾ കൂടി പിടിച്ചടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF-ഉം. അതിനിടയിലുള്ള സാന്നിധ്യങ്ങൾ അത് നമുക്ക് വിസ്മരിക്കാനാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ശക്തമായ പ്രകടനവും നമ്മൾ കണ്ണൂർ ജില്ലയിൽ കണ്ടതാണ്. ഏതായാലും കണ്ണൂർ ജില്ലയ്ക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് ആവശ്യങ്ങൾ, നേതാക്കൾക്ക് എന്താണ് ജനങ്ങളുടെ ഈ ആവശ്യങ്ങൾക്കുള്ള അവരുടെ മറുപടി എന്നൊക്കെ നമുക്ക് അറിയാം. പടക്കളം ആരംഭിക്കുന്നു. ചർച്ചയിൽ പങ്കുചേരുന്നതിനായി ഉള്ളത് ശ്രീ PK രാഗേഷ്, അദ്ദേഹം കോർപ്പറേഷൻ കൗൺസിൽ മെമ്പർ. അതിനുമുപരി കണ്ണൂർ ജില്ലയിലെ വലിയ നിർണായകമായ ശക്തിയായി മാറിയിരിക്കുന്ന പ്രതിനിധി കൂടിയാണ് ശ്രീ PK രാഗേഷ്. അദ്ദേഹത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുഹമ്മദ് ഫൈസൽ, അദ്ദേഹം DCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രകാശൻ മാസ്റ്റർ, അദ്ദേഹം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തെയും പടക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. ശ്രീ AV കേശവൻ, അദ്ദേഹം അഴീക്കോട് ജില്ലയിലെ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെയും പടക്കളം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ് ഓരോ പാർട്ടികൾക്കും എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ എത്രത്തോളം പ്രസക്തമാണ് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാം. കണ്ണൂർ ജില്ലയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാറ്റിനേക്കാൾ ഇന്നത്തെ ഈ ചൂടിനെ, പ്രത്യേകിച്ച് ചൂടുകൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് കണ്ണൂരിലെ രാഷ്ട്രീയവും അതിലേറെ ചൂട് പകർന്നിരിക്കുകയാണ്. കാരണം സാധാരണ ഇടതും വലതും മാത്രമാണ് ഇവിടെ പ്രധാന മത്സര രംഗത്തുണ്ടാവുകയും അതോടൊപ്പം BJP അവരുടെ വോട്ടുകൾ എത്രത്തോളം കിട്ടുമെന്ന് അല്ലെങ്കിൽ എത്രത്തോളം ലഭിക്കുമെന്നറിയുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ് സാധാരണ നടക്കാറെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ വളരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചതനുസരിച്ച് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അപചയങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 3-2 ഭൂരിപക്ഷം ലഭിക്കേണ്ട കണ്ണൂർ കോർപ്പറേഷൻ 27-1 എത്തിച്ചിരിക്കുന്നത്. 149 വർഷത്തെ പൈതൃകം തകർത്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നത്. അത് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ചില ഏകാധിപതികളുടെ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് എന്നാണ് എന്നെപ്പോലുള്ള ചെറിയ രാഷ്ട്രീയ നിരീക്ഷകർ ഇന്ന് അതിനെ കാണുന്നത്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിനകത്ത് 16-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു തുടർഭരണത്തിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിനകത്ത് ഭരണവിരുദ്ധ തരംഗമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിനകത്ത് കാണാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വികസനവും കരുതലും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. മട്ടന്നൂർ എയർപോർട്ട്, അതുപോലെ തന്നെ വിഴിഞ്ഞം പ്രോജക്റ്റ്, മെട്രോ റെയിൽ പ്രോജക്റ്റ്, ഒട്ടനവധി പദ്ധതികൾ കേരളത്തിനകത്ത്, കാരുണ്യ ബെനവലൻ്റ് സ്കീം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട ആളുകൾക്ക് നൽകിയ പരിപാടികൾ, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായ അരി റേഷൻ സംവിധാനം ഏർപ്പെടുത്തി. അങ്ങനെ കേരളത്തിലെ സമസ്ത മേഖലകളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഉൾപ്പെടെ കേരളത്തിനകത്ത് നടപ്പിലാക്കി വളരെ നല്ല രീതിയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം കേരളത്തിനകത്തുണ്ടാക്കി. പിന്നെ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കിയ ഒരാൾ കോൺഗ്രസിനെ കുറിച്ചോ UDF-നെ കുറിച്ചോ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അത് 16-ാം തീയതിയത്തെ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്ന പൂരമാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ സമരമാണ്. കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനും വർഗീയത ശക്തിപ്പെടുത്താനുമുള്ള എല്ലാ നീക്കങ്ങളുമായി BJP-യുടെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു നോക്കുകുത്തിയെ പോലെ നിൽക്കുക മാത്രമല്ല, അതിന് സഹായകമായ നിലപാട് ഈ കേരളത്തിലെ ലീഗ് അടക്കമുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായുള്ള UDF ഗവൺമെൻറ്റിൻ്റെ ഭരണം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2006 മുതൽ 2011 വരെ എന്തെല്ലാം ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പിലാക്കിയോ അവയെല്ലാം തന്നെ പരിപൂർണമായി തകർത്തിട്ടുണ്ട്. ഒരൊറ്റ വാഗ്ദാനം പോലും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. 36 ലക്ഷം ആളുകൾക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ആർക്കും തന്നെ ജോലി അധികം കൊടുത്തില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന 2 രൂപ അരി എന്ന് പറയുന്ന പദ്ധതി അട്ടിമറിച്ചിരിക്കുന്നു.
സൗജന്യ റേഷൻ എന്നുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നില്ല. വൈദ്യുതി രംഗത്ത് അതിഗുരുതരമായിട്ടുള്ള ഒരു നില കേരളത്തിൽ നിലനിൽക്കുന്നു. 50,000 കോടി കടമുണ്ടായിരുന്ന കേരളം 1,70,000-ൽ പരം കോടി രൂപയുടെ കടമുള്ള സംസ്ഥാനമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥയല്ലാതെ മറ്റൊന്നും തന്നെ ഇക്കാലത്ത് സംഭാവന ചെയ്തിട്ടില്ല. വികസനത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ വികസന മുരടിപ്പ് ഇതുപോലെ നേരിട്ട ഒരു കാലം ഏത് കാലത്താണ് ഉള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ത്വരിതഗതിയിൽ നടന്നിരുന്ന മട്ടന്നൂരിലെ വിമാനത്താവളത്തിൻ്റെ വികസനം 1 ഇഞ്ച് മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, ആളെ പറ്റിക്കുന്നതിന് വേണ്ടി ഒരു ഹെലികോപ്റ്റർ, ഏതൊരു കെട്ടിടത്തിൻ്റെയും മുകളിൽ ഇറങ്ങാൻ വേണ്ടി കഴിയുന്ന ഒരു ഹെലികോപ്റ്റർ ഇറക്കിയിട്ട് അത് വിമാനമാണ് എന്ന് പറയുന്ന ഒരു നിലയല്ലേ ഈ ഗവൺമെൻറ് സ്വീകരിച്ചത്? വളരെ ലളിതമായി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ മേലെ കെട്ടിവെക്കപ്പെട്ട ഒരു വിഴുപ്പ് ഭാണ്ഡമായി നിലനിൽക്കുന്ന ഈ ഗവൺമെൻറ്റിനെ അധികാരഭ്രഷ്ടമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് ഈ കേരളം മുന്നോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA മുന്നണി അതിനെ പ്രതിനിധീകരിച്ച് അഴീക്കോട് നിയോജകമണ്ഡല സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിപ്പം വിളിച്ച 5-6 ചാനൽ ചർച്ചകളിലെല്ലാം ഒരു ഭാഗത്ത് ഞാനും മറ്റേ ഭാഗത്ത് LDFും UDFും കൂടി ഒന്നിച്ച അവരടി ചെയ്യുന്നത് കാണുമ്പം വലിയ പ്രയാസം തോന്നുന്നത് ഈ ചർച്ച ബംഗാളിലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ബംഗാളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. അവിടെ പ്രകാശ് കാരാട്ട് സാറും മറ്റുള്ളവരും പോവില്ല എന്ന് പറയുന്നു. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെ കടിച്ചു കീറുന്നതും ഞാൻ കാണുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ പ്രബുദ്ധരായ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന വോട്ടർമാരാണുള്ളത്. മറ്റ് ജില്ലയിലെ അപേക്ഷിച്ച് കണ്ണൂർ ജില്ലയിലുള്ളവർ വളരെ വ്യക്തമായി രാഷ്ട്രീയപരമായ ചർച്ചകൾ വരെ നയിക്കാൻ കെൽപ്പുള്ള വോട്ടർമാരാണ് ഇവിടെ. പയ്യാമ്പലം നിങ്ങളുടെ വികസന തേരാളി 50 ലക്ഷം ഉറുപ്പ്യ പയ്യാമ്പലത്തിൻ്റെ വികസനത്തിന് വേണ്ടി അനുവദിച്ചെന്ന് പറയുന്നു. ഇതുവരെ അത് നടന്നിട്ടില്ല. അതുപോലെ തന്നെ പഞ്ഞിക്കൽ ദേശവാസികളുടെ സ്വപ്നമായ പയ്യാമ്പലവുമായി ബന്ധപ്പെടുന്ന പാലം, പിന്നെ കുഴിയക്കുന്ന് ടൗണുമായിട്ട് ബന്ധപ്പെടുന്ന പാലം, ഇത് രണ്ടും പഞ്ഞിക്കൽ ദേശവാസികളുടെ സ്വപ്നമായിരുന്നു. ആ 2 പാലത്തിനും എസ്റ്റിമേറ്റ് വരെ എടുത്തതാണ്. അതും ഇതുവരെ നടത്തി കാണുന്നില്ല. നിങ്ങളുടെ ദേശാടന പക്ഷിയായ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്തേ ഇതൊക്കെ മറന്നുപോയതെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. പ്രകാശ് മാഷ് MLA ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അത് പിന്നെ എന്തായാലും ഞാൻ പറയാം, ഈ മണ്ഡലത്തിനകത്ത് ഇന്ന് വരെ കാണാതെ വികസന പ്രവർത്തനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡിന്റെ അടിസ്ഥാന വികസനം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈമലർത്തിയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നേരത്തെ പ്രകാശ് മാഷ് ഇവിടെ പറഞ്ഞത് കേരളത്തിൽ 5 വർഷക്കാലം കൊണ്ട് ഒന്നും നടന്നില്ല, മട്ടന്നൂർ എയർപോർട്ട് ഒന്നും ചെയ്തില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അത് ജനങ്ങൾക്കറിയാം, ജനങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഒരു തീർത്ഥാടന അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ നിങ്ങൾ പറയാ, നിങ്ങൾക്ക് പറയാൻ സമയമുണ്ട്. അവിടെ തീർത്ഥാടന കേന്ദ്രം പോലെ ആളുകൾ കാണാൻ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രകടിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. പ്രകാശ് മാഷ് തുടങ്ങി വെച്ചതല്ലേ ഇപ്പൊ നടന്നു എന്ന് പറയുന്നത് അല്ലേ? സുഹൃത്തോട് പറയാനുള്ളത്, എല്ലാരും തുടങ്ങി വെച്ചത് തന്നെയാണ് ഇവിടെ ചെയ്യാം. സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ചാണ് ചെയ്യാം. പക്ഷെ സമർത്ഥമായ ഭരണാധികാരികളുടെ കയ്യിൽ ആ കാശ് കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ ചെലവഴിക്കുക എന്നതാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് വിമാനത്താവളത്തെ പേര് പറഞ്ഞല്ലോ. വിമാനത്താവളം 4 കല്ലിട്ടവരാ നിങ്ങൾ. 4 കല്ല് കാരപേരാവൂരില് 4 കല്ലിട്ടവരാ. 70% വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നടത്തിയവരാ. ഇതില് കല്ലിട്ടത് എന്റെ പ്രശാന്ത് എവിടെയാ കല്ലിട്ടത്? അതിന്റെ അതിർത്തിക്കാ കല്ലിട്ടത്. ഇതില് എല്ലാത് വിമാനത്താവളത്തിന്റെ അകത്തല്ല. പ്രിയപ്പെട്ട 70% അവിടെ റെയിൽവേയുടെ വർക്ക് കഴിഞ്ഞു, അതിന്റെ ഓഫീസിന്റെ പ്രവർത്തനം കഴിഞ്ഞു. കേവലം 30% വർക്കാണ് ബാക്കി. മണ്ഡലം അഴീക്കോട് മാത്രമല്ല, പ്രകാശ് മാസ്റ്റർ തന്നെ എന്താണ് ആധികാരികമായ വിഷയം പറയുന്നത്? മട്ടന്നൂരിന്റെ സ്ഥലമെടുക്കൽ മുതൽ കല്ലിടൽ വരെയുള്ള കാര്യം നായനാരുടെ ഗവൺമെന്റാണ് ചെയ്തതെന്നിപ്പോ ഇവിടെ സമ്മതിച്ചല്ലോ. അതിനുശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നതിന് ശേഷം
അതിന്റെ ആഫീസ് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി. എല്ലാവർക്കും പറയാം, ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. സുഹൃത്തുക്കളെ, ബി ജെ പിക്കാർ കോൺഗ്രസിന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നത് അങ്ങനെയല്ല, ബി ജെ പിക്കാർ സത്യം പറഞ്ഞതാ. കോൺഗ്രസിന് വേണ്ടിയല്ല. ബി ജെ പിക്കാർ അവര് പറയുന്നത് ഇവിടെ ബാലൻസ് ഉണ്ടാകണമെന്നാ പറഞ്ഞത്. കോൺഗ്രസിന് അല്ല, വേണ്ടിയൊന്നുമല്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബംഗാളിലാവുന്നു. പൊതുവായ വിഷയങ്ങൾ ഉയരുമ്പോൾ എല്ലാവരും കോൺഗ്രസിന് വേണ്ടിയൊന്നല്ല. അഭിപ്രായത്തിലേക്ക് അവരൊരു അസഹിഷ്ണുത ഇവിടെ മറ്റുള്ളവരെ പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോ ഇവിടെ അവരതിനകത്ത് ഇടപെട്ടു എന്നേ ഉള്ളൂ. അവരാര് ഇവിടെ കോൺഗ്രസ് ഇടപെടുന്നില്ലല്ലോ. ചുരം കടന്ന് ഇങ്ങ് കൽപ്പറ്റയിലാണ് ഇന്ന് പടക്കളം എത്തി നിൽക്കുന്നത്. 16 കേന്ദ്രത്തിൽ ശ്രേയസ് കുമാർ MLA ഭൂമിയിലും പോത്തന്റെ ഭൂമിയിലും മാനന്തവാടി ഉൾപ്പെടെയുള്ള കോളനികൾ നിങ്ങൾ വന്ന് നോക്കി. മാനന്തവാടി ഉൾപ്പെടെയുള്ള കുറ്റ്യാമ്പയിലും ഭൂമി കൊടുത്തിട്ടുണ്ട്. മറുപടി പറയണം, ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പോകാൻ പറ്റൂ. ഇതാണ് വിഷയം അവിടെയും, ബി ജെ പി സംബന്ധിച്ചിടത്തോളം അഴീക്കോട് വിഷയങ്ങളിൽ ഈ പറഞ്ഞ തർക്കങ്ങൾക്കപ്പുറം ബി ജെ പിയുടെ നിലപാടെന്താണ്? സാധാരണക്കാരൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ. സാധാരണക്കാരനെ നിങ്ങൾ പോയി നോക്കേണ്ടത് ആട്ടാമ്പള്ളി കോളനിയിലും സാധാരണ സ്ഥലത്തും കാനത്തൂരും അപ്പുറം ഇപ്പുറം എല്ലാം കാണുന്ന പുതിയ തെരുവിൽ ജീവിക്കുന്ന സാധാരണക്കാരൻ്റെ അടുത്താണ് ഞങ്ങൾ പോയത്. അവൻ്റെ പ്രയാസങ്ങൾ നീക്കം ചെയ്യാനല്ലെങ്കിൽ അത് തുടച്ചു മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ രണ്ട് മുന്നണികളും ഇവിടെ മാറി മാറി MVR അടക്കം ജയിച്ച കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് നടന്നിട്ട് കാണുന്നില്ല. ബാക്കി ഇപ്പം വാദോരാതെ നമ്മൾ വികസനങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ സാധാരണക്കാരൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പറയും. ആ ഒരു കാര്യം ജനങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയത്തെക്കുറിച്ച് പിന്നെ വേറെ ചർച്ച വരുമല്ലോ. സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾ നീക്കം ചെയ്യുന്ന രീതിയിലുള്ള അവൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും ഈ അഴീക്കോട് മണ്ഡലത്തിൽ സാധാരണക്കാരന് വേണ്ടി ചെയ്തിട്ടില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ സാധാരണക്കാരന് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് BPL കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന 25 കിലോ അരി നരേന്ദ്രമോദി 16 കിലോ ആയിട്ട് സാധാരണക്കാർക്ക് വേണ്ടി വെട്ടിക്കുറച്ചു. 10 കിലോ ഗോതമ്പ് 6 കിലോ ആയിട്ട് വെട്ടിച്ചുരുക്കി. സാധാരണക്കാർക്ക് വേണ്ടി ഭയങ്കര സേവനല്ലേ. ബാക്കി പറഞ്ഞോട്ടെ, ചോദിക്കണമല്ലോ. ഇവിടെ ഇന്ന് 2 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞിട്ടൊരു പ്രഖ്യാപനമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നില്ല. പെട്രോളിന്റെ വില കുറഞ്ഞു, ഡീസലിന്റെ വില കുറഞ്ഞു. അതിന് അഭിവാദ്യം അർപ്പിക്കണ്ടേ? ശബ്ദം ഉണ്ടാക്കിയിട്ട് കൊണ്ടല്ല, അതൊന്നും അങ്ങനെ ഭയപ്പെട്ടിട്ടൊന്നും പോവില്ല. ഇപ്പൊ $29 ഒരു ബാരലിന്. അതുകൊണ്ട് ഒന്നായല്ലോ. BJPക്കാർ ഇങ്ങനെയാണ് പറയാ. ഈ മാസം 2 തവണ വില കൂട്ടിയിട്ടാണ് കേശവ പറയുന്നത്. ഈ മാസം 2 തവണ വില കൂട്ടി. ക്രൂഡ് ഓയിലിന് പെട്രോളിന്റെ ഡീസൽ 130. ഇതാ BJPക്കാരൻ ന്യായം. ഞങ്ങൾ പറയാ എല്ലാ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് അടിസ്ഥാന വികസന രംഗത്ത് റോഡുകള് അതുപോലെ തന്നെ അഴീക്കൽ തുറമുഖവുമായി ബന്ധപ്പെട്ടത് പ്രവർത്തനങ്ങൾ. അപ്പൊ ഇതൊക്കെ ആ പാലൊക്കെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതൊക്കെ നിങ്ങളെന്താ ചെയ്തിന്? അപ്രോച്ച് റോഡ് ഏറ്റെടുത്തിനാ? നിങ്ങൾ അപ്രോച്ച് റോഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. വികസന നായകൻ എന്ന് പറയുന്ന KM ഷാജിയുടെ വികസനത്തിൻ്റെ ഫലമായാണ് ഇവിടെ 3 പേര് സംസാരിക്കേണ്ടതിന് പകരം ഞാൻ 4ാമതായി ഇവിടെ നിൽക്കേണ്ടി വന്നത്. KM ഷാജിയുടെ വികസന നയത്തിൻ്റെ വൈകല്യം കൊണ്ടാണ് ഞാൻ ഇവിടെ ഉദയം ചെയ്തിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നെ പറയാൻ അനുവദിക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നുവെച്ചാൽ കണ്ണൂർ ഒരു കോർപ്പറേഷൻ അല്ല. കണ്ണൂര് മുതൽ, അതായത് തോട്ടട മുതൽ അഴീക്കൽ വഴി വളവണ്ണം റോഡിലേക്ക് പോകുന്ന റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് 12 മീറ്റർ റോഡ് വികസനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പള്ളിക്കുന്ന് പഞ്ചായത്തിന്റെ ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് VK ഇബ്രാഹിം ആജിയുടെ സ്ഥലത്ത് 12 മീറ്റർ വീതി വേണ്ട സ്ഥലത്ത് ഇപ്പോഴും 9.5 മീറ്ററേ ഉള്ളൂ. അവിടെ 2.5 മീറ്ററും കൂടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് പ്രശ്നം. ഇപ്പോഴും കണ്ണൂർ അഴീക്കൽ റോഡിൽ ചാലാടൂടെ പോകുന്ന റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 7 മനുഷ്യ ജീവനാണ് അവിടെ അപഹരിക്കപ്പെട്ടത്. ഫൈസൽ മാഷ് പറഞ്ഞു കോൺഗ്രസ് നിന്ന് പുറത്താക്കിയ ആൾ UDFന്റെ കാര്യം കോൺഗ്രസിന്റെ കാര്യം നോക്കണ്ടെന്ന്.
ഇപ്പം 4.5 മാസം മുന്നേ പി കെ രാഗേഷിനെ 6 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം വീണ്ടും 6 വർഷത്തേക്ക് പുറത്താക്കി ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം ജനങ്ങൾ പറയുന്നത് അത് രണ്ടും കൂടി 1 മാസം അനുഭവിച്ചാൽ മതിയെന്ന്. അതുള്ളതാണോന്നൊന്ന് അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പി കെ രാഗേഷുമായി സംഘടനാപരമായ കാര്യങ്ങൾ ഇവിടെ ചർച്ച നിങ്ങളുടെ ഇവിടെ ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും NDAയുമാണ്. ഞങ്ങൾ ഇവിടെയാ ചർച്ച. ഈ 3 മുന്നണികൾ തമ്മിലാണ് ഇവിടെ ഇലക്ഷനിൽ ചർച്ച. ആ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു. സ്വാഭാവികമായും ആ വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ തള്ളിക്കളയാനാവില്ലല്ലോ. ഞങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത് ആളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയ മാന്യത കൊണ്ടാണ് ഈ ചർച്ചക്കകത്ത് ഞങ്ങൾ പങ്കെടുക്കുന്നത്. പരസ്പരം മത്സരിക്കുന്നവരാണ്. ഒരു ചർച്ചയിൽ മത്സരിക്കാൻ ഇവിടെ നോമിനേഷൻ കൊടുത്തോ? ഇവിടെ 3 മുന്നണികളാണ്. ഇവിടെ 3 മുന്നണി ആരാണ് നോമിനേഷൻ വഹിക്കാൻ പോകുന്നത് വ്യക്തമാക്കണം. 3 മുന്നണികളാണ്. ചർച്ചയാവുമ്പോൾ സ്വാഭാവികമായും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. വികസനം പറഞ്ഞോട്ടെ, വികസന കാര്യത്തിനകത്ത് ചർച്ച ചെയ്യാം. അല്ലാതെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ ഒരിക്കലുമില്ല. സുധാകരൻ എന്തുകൊണ്ട് ഇവിടെ നിന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങളെങ്കിൽ നേരിട്ടില്ല? വിമതനായ ഒരാൾ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇവരോട് ചോദിച്ചതാ. വിമതനായ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ മറുപടി പറയും. ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടല്ലേ കണ്ണൂരിലെ ശക്തനായ നേതാവ് ശ്രീ കെ സുധാകരൻ എന്തുകൊണ്ട് ജില്ല വിട്ടു പോകേണ്ടി വന്നു? രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല. രാകേഷുമായി കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇവിടെ നിന്ന് നേരിടണമായിരുന്നു. സുധാകരൻ ഇവിടെ നിന്ന് നേരിടണമായിരുന്നു സാഹചര്യങ്ങളെ. എന്തിനു ഉദമേ പോയത്? എന്തിന് ഇവിടെ നിന്ന് കാര്യങ്ങൾ നേരിടണമായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലുള്ള സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചതാണ്. അതിനുവേണ്ടിയാണ്. അദ്ദേഹം ജയിക്കും, ഒരു സംശയാർക്കും വേണ്ട. കെ സുധാകരൻ ഉദമയിൽ നിന്ന് 10,000 തീർച്ചയായിട്ടും 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെ സുധാകരൻ ഉദുമയിൽ ജയിക്കും. ഒരു സംശയം വേണ്ട. ആരെയും കണ്ട് പേടിച്ചു പോകേണ്ട കാര്യമൊന്നും സുധാകരനില്ല. സുധാകരൻ ചോരച്ചാലുകൾ നീന്തിക്കടന്നു വന്നവനാ. വെയിലേറ്റാൽ പാടില്ല. നിങ്ങൾ ആലോചിക്കണം, എത്ര ഭീഷണികൾ, എത്ര അക്രമം സുധാകരനെ കൊലപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുധാകരനെ കൊലപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 തവണ ബോംബെറിഞ്ഞ് ശ്രമിച്ചു. അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയപ്പെടാതെ കോൺഗ്രസ് ആണോ ഈ രാകേഷിനെയും ആളുകളെയും ഭയപ്പെട്ട് ഉദുമയിലേക്ക് പോകേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയപ്പെട്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല. പിന്നെ സുധാകരൻ ചില ആളുകളെ ചർച്ചകൾ സുധാകരന്റെ നേതൃത്വത്തിൽ വരെ നടന്നില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമല്ല. അന്ന് രാകേഷ് ഞങ്ങളോട് ഏറ്റുമുട്ടാമായിരുന്നു. അത് പാർട്ടിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഹൈക്കമാൻഡോ തീരുമാനിക്കേണ്ടത്. ആരെവിടെ മത്സരിക്കണം ഞങ്ങളാ തീരുമാനിക്കേണ്ടത്. ചുരം കടന്ന് ഇങ്ങ് കൽപ്പറ്റയിലാണ് ഇന്ന് പടക്കളം എത്തി നിൽക്കുന്നത്. 16 കേന്ദ്രത്തിൽ ശ്രേയംസ് കുമാർ MLA ഭൂമിയിലും പോത്തന്റെ ഭൂമിയിലും മാനന്തവാടി ഉൾപ്പെടെയുള്ള കോളനികൾ നിങ്ങൾ വന്ന് നോക്കി ഭൂമി കൊടുത്തിട്ടുണ്ട്. മറുപടി പറയണം, ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പോകാൻ പറ്റൂ. ഇതാണ് വിഷയം അവിടെയും